നമ്മൾ വീണ്ടും ആകാശ ദൃശ്യങ്ങൾ കാണുകയാണ്. മരണം 318 എന്നതിലേക്ക് ഉയരുകയാണ്. ഇന്ന് ഒരുപാട് ചാലിയാറിൽ തെരച്ചിലിന് കടാവർ ഡോഗ്സും കൂടി ഇറങ്ങുന്നുണ്ട്. അവിടെ സ്കൂബ സംഘം എത്തിയിട്ടുണ്ട്. ഇന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള കുറച്ചുകൂടി ശക്തമായ പരിശോധന യഥാർത്ഥത്തിൽ തുടങ്ങിയത് ഇന്നാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻറ്റൻസായി തുടങ്ങിയത് ഇന്നാണ്. എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ അട്ടമല മേഖലകളിൽ പരിശോധന ഇല്ല എന്നുള്ളതല്ല, അവിടെയും ശക്തമായ തന്നെ പരിശോധന ദിവസമാണ്. ഇന്നത്തെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇതുവരെ കാലാവസ്ഥ അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. വലിയ മഴ ഇന്നലെയൊക്കെ ഈ സമയമാകുമ്പോഴേക്കും പെരുമഴ പെയ്ത് നമുക്ക് രക്ഷാപ്രവർത്തനം ഏതാണ്ട് അസാധ്യമാകുന്ന സാഹചര്യം ഉണ്ടായി. ഇതുവരെ കാലാവസ്ഥ വളരെ ഭംഗിയായി തന്നെ നിന്നു. അതുകൊണ്ട് രക്ഷാദൗത്യം വളരെ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുകയാണ്. 318 എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഉത്തരാഖണ്ഡിലെ ലാൻഡ് സ്ലൈഡ് ആയിരുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും ആൾക്കാരുടെ ജീവനെടുത്ത ഉരുളങ്കിൽ ഇതിപ്പോൾ കേരളത്തിലേക്ക് ആ ടൈറ്റിലെത്തുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച മഹാദുരന്തം അത് മുണ്ടക്കൈ ദുരന്തമാകുന്നു. പ്രേക്ഷകർ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖല സന്ദർശിച്ച ശേഷം ഇപ്പോൾ ചൂരൽമലയിലേക്ക് പോവുകയാണ്. അവിടെ ഈ ക്യാമ്പിലേക്ക് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട ഒരു ചെറിയ വാക്കുതർക്കമുണ്ടായ ആ ക്യാമ്പിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ക്രമീകരണവുമായി ബന്ധപ്പെട്ട ഏതോ വാഹനം കടത്തിവിടുന്നില്ല എന്ന് അവിടെ ഒരു രക്ഷാപ്രവർത്തകൻ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരാൾ പരാതിപ്പെടുകയും ആ 2 വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു. അതിനുശേഷം അവിടെ പ്രശ്നങ്ങൾ നിലവിലില്ല എന്നാണ് അറിവ്. ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിയുടെയോ ആരുടെയോ VIP സന്ദർശനങ്ങൾ ഒരു തരത്തിലും ആ ക്യാമ്പിൻ്റെ വെൽബീങ്ങിനെ ഒരു തരത്തിൽ ബാധിച്ചുകൂടാ. അവിടുത്തെ ക്രമീകരണങ്ങൾ ഒരു തരത്തിൽ ബാധിച്ചുകൂടാ. അത് ബന്ധപ്പെട്ടവർ ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് വാട്സാപ്പ് കൂട്ടായ്മകൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ കോർഡിനേഷൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതൊരു വയനാടൻ ഫ്ലഡ് എന്ന് പറയുന്ന വളരെ സജീവമായ ആ തുടക്ക ദിവസം മുതൽ തന്നെ ക്യാമ്പ് തുടങ്ങുമ്പോൾ തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പിൽ ഓരോരോ ആവശ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. എന്നെ കേൾക്കുന്നവർ ആ മേഖലയിലുള്ളവരുണ്ടെങ്കിൽ മേപ്പാടി ക്യാമ്പുകളിലേക്ക് സ്വെറ്റേഴ്സ് ആവശ്യമുണ്ട് എന്ന് പറയുന്നു. 9562187587 നമ്പറിലാണ് വിളിക്കേണ്ടത്. കൽപ്പറ്റ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂൾ കളക്ഷൻ പോയിന്റിൽ സ്വെറ്റേഴ്സിന് നല്ല ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു. അതും ഈ നമ്പർ 9207429767 എന്ന നമ്പറിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ഗ്രൂപ്പ് സജീവമായി പ്രവർത്തിക്കുന്നു. കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ മേഖലയിൽ ഉള്ളവരുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സഹായിക്കണം. രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് എത്തുകയാണ്. S. വിജയകുമാർ കൂടി ചെയ്യുന്നുണ്ട്. വിജയകുമാർ, വീണ്ടും രാഹുൽ ഗാന്ധി ഇന്നലെ ബെയിലിപ്പാലം വരെ പോയി മടങ്ങിയെങ്കിൽ ഇന്നിപ്പോൾ മുണ്ടക്കൈയും പുഞ്ചിരിമട്ടൊക്കെ സന്ദർശിക്കുകയാണ്. കുറച്ചുകൂടി ഇലാബറേറ്റായ സന്ദർശനങ്ങൾ ഇന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ വിജയൻ? ഹാഷ്മി, രാഹുൽ ഗാന്ധി ഇപ്പോൾ അവിടെ പോയിട്ട് മുണ്ടക്കൈ ഭാഗത്ത് പോയിട്ട് മടങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ചൂരൽമലയിൽ നിന്ന് അദ്ദേഹം പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പോലീസ് വാഹനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അകമ്പടിക്ക് ഇന്നും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ആ മേഖലയിലേക്ക് പോയിരിക്കുന്നത്. അത് തിരികെ അദ്ദേഹം വരുന്ന ബെയിലി പാലത്തിലൂടെ മടങ്ങി വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ, അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഇന്നലെ ആ ഭാഗത്തേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. വലിയ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ ആരോടും പറയാതെ, അങ്ങനെ ആരെയും അറിയിക്കാതെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരെയൊക്കെ ഒഴിവാക്കിയാണ് ഏതാണ്ട് രാഹുൽ ഗാന്ധി അവിടേക്ക് യാത്ര പോയത് എന്ന് പറയാം. ആ ദൃശ്യങ്ങളിൽ കാണാം. ബെയിലി പാലത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വാഹനം കടക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന്റെ ഇന്ന് അവിടേക്കുണ്ടായിരുന്ന സന്ദർശനം. നമ്മൾ നിൽക്കുന്ന ചൂരൽമലയിലൂടെ വളരെ വേഗത്തിൽ ഉച്ചയ്ക്ക് കടന്നു പോവുകയായിരുന്നു. ആരെയും അറിയിച്ചില്ല. വലിയ പോലീസ് വിന്യാസമൊന്നും അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. ആ വാഹനം ബെയിലി പാലത്തിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ചൂരൽമലയിൽ അദ്ദേഹം ഇറങ്ങുന്നുണ്ടോ എന്നറിയില്ല. ഇന്നലെ ഇറങ്ങി ആർമിയുടെ താൽക്കാലിക പാലത്തിലൂടെ കുറെ ദൂരം മുന്നോട്ട് പോയിരുന്നു. ഇന്നിപ്പോൾ ബെയിലി പാലത്തിലൂടെയാണ് യാത്ര. അതുകൊണ്ട് അപ്പുറത്തേക്ക് ഇവിടെ നിന്ന് നേരെ മറ്റു വാഹനത്തിൽ കയറാതെ ആ വലിയ വാഹനത്തിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയുമായിരുന്നു. അങ്ങനെ പാർട്ടി പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പൊ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തി ഇവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കി ഇവിടെ നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനങ്ങളെ അത് ബാധിക്കേണ്ട എന്ന് കരുതിയാവും ആ യാത്ര ഒരുതരം രഹസ്യ സ്വഭാവത്തിലാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ചൂരൽമലയുടെ ഇങ്ങക്കരയിലേക്ക് പാലം കടന്ന് വാഹനം എത്തുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാവുന്ന ഒരു പോലീസ് വാഹനം മാത്രമേ അദ്ദേഹത്തിനോടൊപ്പമുള്ളൂ. അത് മുന്നിൽ വഴിയൊരുക്കി പോകുന്നുണ്ട്. സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും മറ്റു പാർട്ടിയിലുള്ളവരും ഒക്കെ പിന്നെ കാണാനൊക്കെ ആളുകൾ കൂടുതൽ വരുമല്ലോ. അപ്പോൾ ഇത്തവണ അതൊക്കെ ഒഴിവാക്കി അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ഇവിടെ സാധാരണ ഈ വാഹനങ്ങളൊക്കെ തടഞ്ഞ് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി കടന്നു പോകുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ചൂരൽമലയിൽ. ആ ചൂരൽമലയിലെ ചെക്ക് പോസ്റ്റ് കടന്ന് ആ വാഹനം ഇപ്പോൾ
കടന്നു പോവുകയാണ്. ആളുകളോട് വഴിമാറി രക്ഷാപ്രവർത്തകർ നിൽക്കണം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് മുന്നിൽ ഒരു ഭാഗം ആളുകൾ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. കാരണം അവിടെ ഈ ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉണ്ടായിരുന്നു. അത് കുറെ സമയം ഏതാണ്ട് ഒരു സംഘർഷത്തിന്റെ വക്കോളം എത്തിയതാണ്. അവിടെ കുറെ പ്രാദേശിക പാർട്ടി നേതാക്കൾ, അത് ഏതൊക്കെ പാർട്ടിയിലെ എന്നറിയില്ല, കുറെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പക്ഷേ അവിടെ രാഹുൽ ഗാന്ധിയുടെ വാഹനം തടഞ്ഞ് എന്തോ പരാതി പറയാനൊക്കെ നോക്കിയതാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും പോലീസ് അതിന് അനുവദിച്ചില്ല. വാഹന വ്യൂഹം ഇപ്പോൾ നേരെ മേപ്പാടി ഭാഗത്തേക്ക് പോവുകയാണ്. മേപ്പാടി ലക്ഷ്യമിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം എന്ന് ഞാൻ പറയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വാഹനവും ഒരു പോലീസ് വണ്ടി മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അത് മേപ്പാടിയിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു മുഴുവൻ കോൺഗ്രസ് നേതാക്കൾ, പ്രാദേശിക ഇപ്പോൾ ഇവിടുത്തെ MLA അല്ല ഇവിടുത്തെ DCC പ്രസിഡന്റോ MLA ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് അങ്ങനെ കടന്നു പോവുകയാണ്. അതിലെ പാസ് ചെയ്ത് പോവുകയാണ്. ഒരു ഹെലികോപ്റ്റർ അന്തരീക്ഷത്തിലുണ്ട്. അത് ഇവിടേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഇവിടെ ഇറങ്ങേണ്ട സാഹചര്യം നിലവിലില്ല. എയർ ലിഫ്റ്റിങ്ങോ എയർ ഡ്രോപ്പ് ചെയ്ത് എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ ഏതെങ്കിലും സ്ഥലത്ത് കൊടുക്കാനാണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെയും അത്രയും ആവശ്യങ്ങൾ എവിടെയെങ്കിലും ഉള്ളതായി കാണുന്നില്ല. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ആ ഹെലികോപ്റ്റർ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറച്ച് സമയം മുമ്പാണ് എയർഫോഴ്സിന്റേതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വീണ്ടും നമ്മൾ ആകാശ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ചൂരൽമലയിൽ നിന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പോയി അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ആളുകളെ വാഹനങ്ങൾ തടയുന്നു എന്നാണ് അവിടെ പരാതി വരുന്നത്. പക്ഷെ അത് അങ്ങനെ മുഴുവൻ വാഹനങ്ങളെയും തടയാതെ കയറ്റിവിടാൻ കഴിയില്ല എന്ന കർശന നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ തടയാതെ പോയാൽ ഈ ബെയിലി പാലത്തിലേക്കൊക്കെ കാഴ്ചക്കാരായി കാണാൻ ആളുകൾ വരികയൊക്കെ ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് അവിടെ ചില കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തകര് അവരുടെ വാഹനങ്ങൾ, അതുപോലെ തന്നെ ഈ JCB മറ്റു മണ്ണുമാന്തി യന്ത്രങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ. ഇപ്പോൾ ഭക്ഷണം കൊണ്ടുപോകുന്നതിൽ പോലും നിയന്ത്രണം ഉണ്ടെന്നൊക്കെയുള്ള പരാതി ഉയരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അക്കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് തന്നെയാണ് പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്റർ നമ്മളുടെ ചൂരൽമലയുടെ മുകളിൽ അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണാം. മൂടൽമഞ്ഞുണ്ട്, കനത്ത മഴക്കാറൊക്കെ ഉണ്ട്. ഒരു ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. എവിടെയെങ്കിലും ഇറങ്ങാൻ പദ്ധതി ഉണ്ടോ എന്നറിയില്ല. പക്ഷെ അതിന്റെ സാധ്യത കാണുന്നില്ല. ഇപ്പോ ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ അത് ഒരു നിരീക്ഷണ പറക്കൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യും എന്ന സൂചനയുണ്ട്. നല്ല മഴക്കാറ് ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ആ ഹെലികോപ്റ്റർ ഇതിലെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ദൗത്യമില്ല എന്നാണ് കരുതുന്നത്. ഇറങ്ങാൻ തൽക്കാലം പദ്ധതിയില്ല. അത് വിദൂരത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇനി മറ്റെവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി എന്തെങ്കിലും വിവരം അവർക്ക് വായുസേനയ്ക്ക്, എയർഫോഴ്സിന് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു വിവരം നമ്മൾ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇന്ന് രാവിലെയോ ഇന്നോ ഇവിടെ വന്നിരുന്നില്ല. ചൂരൽമലയിൽ അടക്കം അത്തരം ഒരു വിവരം വന്നിരുന്നില്ല. എന്തായാലും അത് തൽക്കാലം ഇവിടെ ഇറങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ ആകാശ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തകരുടെ യാത്ര, അവർ കുറെ പേര് അവിടെ നിന്ന് തിരികെ വന്നിട്ടുണ്ട്. മുണ്ടക്കൈ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അവിടുന്ന് ജീപ്പുകളൊക്കെ താഴേക്ക് വരുന്ന ദൃശ്യങ്ങളിൽ കാണാം. കുറെ കൂടി അവിടേക്കുള്ള ഗതാഗതം ഇന്ന് സുഗമമായിട്ടുണ്ട്. പാലം വന്നതിന് ശേഷം ആളുകൾക്ക് കാര്യമായ തടസ്സങ്ങളില്ലാതെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഭക്ഷണം ഒക്കെ കൊടുക്കാൻ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അവസരം ഉപയോഗപ്പെടുത്തി അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഉത്തരവാദിത്വ ചുമതലയൊന്നും ഇല്ലാത്ത ആളുകൾ പോകുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പ് വരുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ നമ്മൾ ആദ്യം കണ്ട ചെക്ക് പോസ്റ്റ് ഒക്കെ അതിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് എന്ന് തോന്നുന്നു. താഴെ ഇപ്പോൾ താൽക്കാലിക പാലം അത് പ്രവർത്തിക്കുന്നുണ്ട്. നടപ്പാലം എന്ന മട്ടിൽ അത് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പുഴയിൽ ഈ ഗതി മാറി ഒഴുകിയ പുഴയെ വീണ്ടും അതിന്റെ പഴയ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അത് ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഒഴുക്ക് ഏതാണ്ട് ഒരു ഭാഗത്തു കൂടി മാത്രമായിട്ടുണ്ട്. കുത്തൊഴുക്ക് വരുമ്പോൾ മാത്രമാണ് ഇനി അത് നിറഞ്ഞൊഴുകുന്നത്. അല്ലാത്ത സമയത്ത് അത് ഏതാണ്ട് നേരത്തെ ഒഴുകിയിരുന്ന ഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത്. പക്ഷെ അതിന് കുറച്ച് മാറി പുതുതായി ഒരു സ്ട്രീം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഉരുൾപൊട്ടി വന്ന ഒരു സ്ട്രീം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഭാഗമായി ഇപ്പോഴും ഒഴുകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിന്റെ പഴയ ഒഴുക്കിന്റെ സ്വഭാവത്തിലേക്ക് അതിനെ എത്തിക്കാൻ ഇന്ന്
ഈ ഇവിടെ ഈ JCB മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ച് ശ്രമം നടത്തിയിരുന്നു. അത് ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. അത് രണ്ട് ഭാഗമായി തിരിഞ്ഞാണ് ആ പഴയ സ്കൂൾ ഗ്രൗണ്ടിലൂടെ ഒഴുകുന്നത്. അതിന്റെ ആ തേയിലത്തോട്ടത്തിന്റെ ഭാഗത്തു കൂടി മാത്രമായിരുന്നു നേരത്തെ ആ പുഴ ഒഴുകിയത്. ദൃശ്യങ്ങളിൽ നന്നായി അത് വ്യക്തമായി കാണാം. ഇപ്പോൾ ഇത് പുറത്തേക്ക് വേറൊരു ഭാഗത്തുകൂടി വേറൊരു സ്ട്രീം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണ അങ്ങനെ ഒരു സ്ട്രീം അവിടെ ഉണ്ടാകാറുള്ളതല്ല. മഴക്കാലമാണെങ്കിൽ പോലും ആ ഭാഗത്തുകൂടി കുറച്ച് വിസ്തൃതിയിൽ ഒഴുകും എന്നേ ഉള്ളൂ. അത് വീണ്ടും അത് രണ്ടായി ഒഴുകുകയാണ്. അപ്പോൾ ആ സ്കൂളിന്റെ ഗ്രൗണ്ട് ദൂരെ കാണുന്നതാണ് അവിടുത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന്റെ ക്ലാസ് റൂമുകളിലൂടെയൊക്കെ ആ പുഴ ഇപ്പോൾ ഒഴുകുന്നുണ്ട്. അത് ഒഴുകി ചൂരൽമലയിൽ വന്ന് ഒരു കുറച്ച് വീതിയിൽ താഴോട്ട് പോവുകയാണ്. ഈ വഴിയിലൂടെ ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകരായ ഇപ്പോൾ ഈ സ്കൂബ ഡൈവ് സംഘമൊക്കെ പറയുന്നത്. അങ്ങനെ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ചാലിയാറിൽ എത്തിയിട്ടുണ്ടാകും. ചാലിയാറിൽ നിന്ന് മൃതദേഹവും ഒക്കെ കിട്ടുന്നത് ഒരു പക്ഷേ ഇതിലൂടെയുള്ള കുത്തൊഴുക്കിൽപ്പെട്ടവരായിരിക്കാം എന്നാണ് സംശയം. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുഴ ഇങ്ങനെ അതിന്റെ ചെളി നിറഞ്ഞ് ഇപ്പോഴും ഒഴുകുന്നതാണ്. പല പല സ്ട്രീമുകളായി വന്നാണ് അത് ഇവിടെ വന്ന് ഒഴുകുന്നത്. ഇപ്പോഴും ആ ഒഴുക്ക് അത് നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണുള്ളത്. ഇന്നലെ തുടർച്ചയായി മഴ പെയ്താൽ താൽക്കാലിക പാലത്തിന് തൊട്ട് താഴെ കൂടി ആ പുഴ ഒഴുകും. പക്ഷേ ഇനിയിപ്പോൾ താൽക്കാലിക പാലത്തെ ആശ്രയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബെയിലി പാലം, ആർമിയുടെ പാലമുണ്ട്. അത് രക്ഷാപ്രവർത്തകർക്ക് വലിയ ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ഒപ്പം ഈ രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന നിലയിൽ ഇരു കരകളും തമ്മിലുള്ള ഗതാഗത സംവിധാനം അത് സാധാരണ നിലയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന എത്ര വലിയ മാറ്റം, അതിന്റെ ഭൂമിശാസ്ത്രം തന്നെ, അതിന്റെ ഘടന തന്നെ മാറിയിട്ടുണ്ട്. നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒരേ സമയം പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പുഴയിലേക്ക് ഈ ചൂരൽമലയുടെ ഇവിടെ കടകൾ ധാരാളമുണ്ട്. അതിനപ്പുറത്തെ ഭാഗത്ത് ജനവാസ മേഖലയായിരുന്നു. അവിടെ നിരവധി ആളുകളെ കാണാനില്ല. ഇന്നലെയും ഇന്നുമായി അവിടെ മൃതദേഹം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പുഴയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊരു തിരച്ചിൽ കൂടി നടത്തുന്നുണ്ട്. പുഴയുടെ ഒരു നാടിനെ ഏത് രീതിയിൽ ഉരുൾപൊട്ടി ഇറങ്ങി നശിപ്പിക്കാം, അതിനെ വിനാശത്തിന്റെ പരമാവധിയാക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന ആകാശ ദൃശ്യങ്ങൾ. ഒരു ഉരുൾപൊട്ടിയാൽ ഇത്രത്തോളം നാശമുണ്ടാകുമോ എന്ന് അമ്പരപ്പിക്കുന്ന, സംശയിപ്പിക്കുന്ന ആകാശ ദൃശ്യങ്ങളാണ്. ഉരുൾപൊട്ടൽ ഒരു ഭൂമിയെ മാത്രം അങ്ങനെ ഇല്ലായ്മ ചെയ്തതല്ല, അവിടുത്തെ കുറേ അധികം മനുഷ്യരെ ഇല്ലായ്മ ചെയ്ത എല്ലാ കാലത്തേക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നീറുന്ന ഓർമ്മയായി കിടക്കാൻ പോകുന്ന ദൃശ്യങ്ങളാണെന്ന് ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പല ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് 28 കുട്ടികളെ കാണാനില്ലായിരുന്നു. അതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ കണക്ക് കുറച്ചുകൂടി ഭാരത്തിൽ പറയുന്നത് 49 കുട്ടികളെ ഐദർ മിസ്സിംഗ് ഓർ ഡെഡ്, അല്ലെങ്കിൽ ഒന്നുകിൽ കാണാനില്ല അല്ലെങ്കിൽ മരിച്ചു എന്ന് 49 കുട്ടികളുടെ കാര്യങ്ങൾ പറയുകയാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലൊക്കെ എല്ലാ സ്ഥലത്തും തുടരുന്നുണ്ട്. ഇതായിപ്പോൾ സഹായങ്ങളുടെ പ്രവാഹം, സെലിബ്രിറ്റികളാവട്ടെ സാധാരണക്കാരാവട്ടെ ഒക്കെ സഹായ പ്രവാഹം അങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്. രാഹുൽ ഗാന്ധി അവിടെ വീണ്ടും എന്തോ പ്രശ്നമുണ്ട്, അവിടെ വീണ്ടും എന്തോ ചെറിയ തർക്കങ്ങളുണ്ടെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിയുടെ അങ്ങോട്ടേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് എന്തോ ചില തർക്കങ്ങൾ അവിടെ ഉണ്ട്. വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ളതായിരുന്നു രക്ഷാപ്രവർത്തകർ ആദ്യമുള്ള പരാതി. വീണ്ടും ഒരു സംസാരം അവിടെ ഉണ്ടാകുന്നു. ആ സമയത്ത് ഒരു തർക്കമുണ്ടായപ്പോൾ 2 വാഹനങ്ങളും കടത്തിവിട്ടിരുന്നു. ഇപ്പോൾ അവിടെ സന്നദ്ധ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ചെറിയ വാക്കുതർക്കം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തോ ഈ പറയുന്ന VIP വരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പോലീസ് ഏർപ്പെടുത്തുന്ന ചില ക്രമീകരണങ്ങളിൽ അവിടുത്തെ രക്ഷാപ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട്. അവരുടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണവാഹനങ്ങൾ കടത്തിവിട്ടില്ല എന്നുള്ളതായിരുന്നു നേരത്തെ അവർ പറഞ്ഞിരുന്നത്. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. അത് വീണ്ടും അവിടെ ഒരു ചെറിയ വാക്കുതർക്കമായൊക്കെ തുടരുകയാണ്. അടിയന്തരമായി അത് പരിഹരിക്കേണ്ടതാണ്. ഒരു ക്യാമ്പിൽ, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ മനുഷ്യൻ അങ്ങേയറ്റം നീറുന്ന, വേദനിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടവർ നിൽക്കുന്ന ഒരു ക്യാമ്പിന് മുന്നിൽ ഉണ്ടാവരുതാത്ത ദൃശ്യങ്ങളാണ്. പെട്ടെന്ന് അധികം എസ്കലേറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കപ്പെടട്ടെ. 318 ഉരുൾപൊട്ടലിലെ മരണം ഉയരുന്നു എന്നുള്ളത് എത്രത്തോളം വലിയ വ്യാപ്തിയുള്ളൊരു ദുരന്തമാണ് നമ്മൾ അന്ന് രാവിലെ കേട്ടു തുടങ്ങിയത് എന്ന് അനാവരണം ചെയ്യപ്പെടുന്ന മണിക്കൂറുകളാണ്. ഓരോ മണിക്കൂർ കഴിയുന്തോറും ആ മൃതദേഹത്തിൻ്റെ എണ്ണങ്ങൾ കൂടിക്കൂടി വരുന്നു. അത് 318 എത്തുന്നു. കിട്ടുന്ന ശരീരഭാഗങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. ചാലിയാർ പുഴയോരത്ത് എപ്പോഴും പരിശോധിച്ചാൽ മൃതദേഹങ്ങൾ വരുന്ന സാഹചര്യം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കൂടുതൽ മൃതദേഹങ്ങൾ എത്തുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിലേക്കൊക്കെ വളരെ ആഴത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. നേരത്തെ ഷഫീദ് റാവത്തറോടെ പോകുമ്പോൾ ഷഫീദ് ഏതോ അന്ന് ഒരു വീടുണ്ടായിരുന്നു എന്ന ചില ഓർമ്മകളിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ID കാർഡുകൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ, കുട്ടികളുടെ ടിഫിൻ ബോക്സ്, ജീവനോപാധികൾ, ഓട്ടോ,
ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എന്താണ് ഒരു ജീവിതോപാധിയായ ഓട്ടോ ഒക്കെ മണ്ണിൽ പൂണ്ട് കിടക്കുന്ന കാഴ്ച. അങ്ങനെ വല്ലാത്ത കാഴ്ചകളുടെ കെട്ട ദിവസങ്ങളാണിത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ഹെലികോപ്റ്റർ ആകാശത്ത് പറക്കുന്ന, നേരത്തെ വിജയകുമാർ പറഞ്ഞിരുന്നു, ആകാശത്ത് പറക്കുകയാണത് ഏതോ തരത്തിൽ വ്യോമ നിരീക്ഷണം നടത്തുകയാണെന്ന് തോന്നുന്നു. നേരത്തെയും അത്തരത്തിലുള്ള വ്യോമ നിരീക്ഷണം പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ടായിരുന്നു. പല രീതിയിലുള്ള റെസ്ക്യൂ ആണ്, പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായാണോ അതോ എയർ ലിഫ്റ്റിങ്ങിനൊരു ഉദ്ദേശം? ഇനിയിപ്പോൾ എയർ ലിഫ്റ്റിംഗ്, ആ മേഖല എയർ ലിഫ്റ്റിങ്ങിൻ്റെ പോസിബിലിറ്റി ഇല്ല. നേരത്തെ ഒരു കുടുംബത്തിലെ 4 പേരെ, ഒറ്റപ്പെട്ട് കിടന്ന കുടുംബത്തിലെ 4 പേരെ അവിടുന്ന് രക്ഷിച്ചെടുത്തതുപോലെ ഇനി അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ അറിയില്ല. നേരത്തെ അത് ആർമി ആയിരുന്നു അത് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ റെസ്ക്യൂ ആയിരുന്നില്ല, അത് ഇവാക്വേഷൻ ആയിരുന്നു ഒരു നോർമൽ സാഹചര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അവർ ആ വീട്ടിൽ തന്നെ സേഫ് ആയിരുന്നു. അവർ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലായിരുന്നില്ല. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി അടഞ്ഞു എന്നുള്ളതായിരുന്നു വസ്തുത. എങ്കിൽ കൂടിയും അത് റെസ്ക്യൂ അല്ല ഇവാക്വേഷനാണ്, സാങ്കേതിക അർത്ഥത്തിൽ അങ്ങനെയാണെന്ന് പറയുമ്പോൾ പോലും ഈ സമയത്ത് നമ്മൾ നോവിൻ്റെ കഥകൾ മാത്രം, അല്ലെങ്കിൽ നോവിൻ്റെ വാർത്തകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, മൃതദേഹങ്ങൾ കണ്ടെടുത്ത വാർത്തകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് 4 പേർ രക്ഷപ്പെട്ടു. 4 people, 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും